രോഹിത്തേട്ടൻ്റെ അമ്മയുടെ അനിയത്തി കേട്ടോ കൊച്ചുമേമ. നമ്മൾ നാട്ടിൽ നിന്ന് കൊച്ചുമേമ സഹജയോഗയുടെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ കോഴിക്കോട് വന്നിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ പിക്കപ്പ് ചെയ്യാൻ പോകും. അത് അവരുടെ ടീം എല്ലാവരും ഉണ്ട് കേട്ടോ. ഹായ് കൊച്ചുമേമ. അടുത്ത് ഹായ് വരാ. ഇത്ര നേരം കാണണമെന്ന് പറഞ്ഞിട്ട് ഹായ് വരാം. ടോക്കേ ഹായ് പറയൂ. കുഷ്മമ്മ ഇവിടുത്തെ ലുലുവിൽ വന്നിട്ടില്ലല്ലോ. ലുലുവിന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴയായിരുന്നു, അതുകൊണ്ട് കുഞ്ഞൻ നമ്മളോട് ആക്കിയിട്ട് കാറ് നിർത്തി. സായു ഇതാ കൊച്ചുമ്മനെ കണ്ട് നാണം വന്നിട്ട് ഒതുങ്ങി നിൽക്കുക. കൊച്ചുമമ്മയ്ക്ക് നമ്മൾ കോഴിക്കോട് ഹൽവ വാങ്ങിക്കൊടുത്തു കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ അതാണല്ലോ. അപ്പോൾ ഹൽവ വാങ്ങിച്ചു. പിന്നെ ലുലുവിൽ കൊണ്ടുപോയി കുറച്ച് പേർച്ചേസൊക്കെ ചെയ്യിപ്പിച്ചു. നമ്മൾ ഫുഡെല്ലാം ഒരുമിച്ച് കഴിച്ച് അങ്ങനെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ബാഡ് സ്മെല്ല് വന്നാ അത് ഫിഷിൻ്റെ ഒക്കെയാടാ. ലാഫ് ചെയ്യാണോ? കൊച്ചുമ്മക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? നമ്മൾ ലുലുവിൽ പോയിട്ട് എപ്പോഴേലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നൂഡിൽസ് ആട്ടോ എടുക്കുക. അതാകുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഹെൽത്തി അല്ലേ, പിന്നെ അത്ര എരിവുമില്ല. അപ്പോൾ സായുന് കഴിക്കാൻ പറ്റിയതാണ്, അത് കാരണം അത് അവൾ കഴിച്ചോളും. അനുമാമ വരണം. ശാസ്താങ്കട വന്ന് സായുവിന് എടുത്തു തന്ന ഡ്രസ്സാണ് കേട്ടോ. ഇത് അമ്മ ഷീജമ്മ എടുത്തു തന്ന ഡ്രസ്സാണ്. ഇത് അവൾക്ക് അന്ന് ലൂസായിരുന്നു. പിന്നെ ഇപ്പോൾ അവൾക്കിത് ഒരുപാട് ഇഷ്ടമായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെയൊക്കെ വാർഡ്രോബ് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടിയപ്പോൾ ഇത് ഇട്ടത്. അതാട്ടോ ഇത് ഇട്ടിട്ട് അവൾ ലുലുവിലേക്ക് വരാനുള്ള റീസൺ. ഊരുന്നുണ്ടായിരുന്നില്ല. ഈ ഡ്രസ്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇത് ഇട്ടുകൊണ്ട് നടക്കായിരുന്നു. സായു കൊച്ചുമേമൻ്റെ കൂടെ സെറ്റായിട്ടോ കളിക്കാൻ തുടങ്ങി അവൾ. നമ്മളപ്പോൾ ഇന്നത്തെ ദിവസം അത്യാവശ്യം എൻജോയ് ചെയ്തു. കൊച്ചുമേമയ്ക്ക് ട്രെയിനിന് പോകാൻ ടൈമായി, അതുകൊണ്ട് നമ്മൾ ഒരുപാട് ദൂരത്തൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. ബീച്ചിൽ പോകണം, മാനാഞ്ചേരി പോകണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചതാണ്, പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ലുലുവിൽ തന്നെ ക്ലോസ് ചെയ്തു. അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു ഇത്. കൊച്ചുമമ്മയ്ക്ക് വേണ്ട എല്ലാം കൊടുത്തുവിട്. ഇതെല്ലാം ട്രെയിനിൽ പോയി ഷെയർ ചെയ്യേണ്ട, വീട്ടിൽ കൊണ്ടുപോട്ടോ കൊച്ചുമമ്മ. കുഞ്ഞി പോകണോ കൊച്ചുമമ്മ കൂടെ?
ഉള്ളതിൽ ഞാൻ കുറച്ച് ക്ലോസ് ആയിട്ടുള്ളതാണ് കേട്ടോ കൊച്ചുമേമ. ഒരു പോസിറ്റീവായിട്ടുള്ള വ്യക്തി അവർ. അപ്പം അവരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങളും ഹാപ്പിയാണ് കേട്ടോ. അമ്മ കാണിച്ചു തരാം കേട്ടോ. സംസാരിച്ചോ കുഞ്ഞു കൊച്ചുമേമിൻ്റെ അടുത്ത്?